മൈഗ്രെയിൻ രോഗിയെ ഒരു മാനസിക രോഗി എന്ന് വിളിക്കുന്ന കുടുംബാംഗങ്ങൾക്കായിട്ടാണ് ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. ഇത് നിന്റെ മാനസികമായിട്ട് തോന്നലാണെന്നും ഇതൊരു മാനസിക രോഗമാണെന്നും നിനക്ക് ഈ സാഹചര്യങ്ങളും ഈ കുടുംബ ബന്ധങ്ങളും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇത്തരത്തിൽ നീ അഭിനയിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആളുകളെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. മൈഗ്രെയിൻ എന്ന് പറയുന്നത് മാനസികവും ശാരീരികവുമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാവുന്ന ഒരു സങ്കീർണമായിട്ടുള്ള രോഗമാണ്. കഠിനമായിട്ടുള്ള വേദന സഹിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് അവഗണന ഏറ്റുവാങ്ങുകയും പല ചികിത്സകളും എടുത്തിട്ട് ഫലിച്ചിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥ വരികയെല്ലാം ചെയ്യുമ്പോൾ മാനസികമായിട്ട് സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും എല്ലാം ഇവരിൽ പതിവായിട്ട് കാണുന്നതാണ്. ഇതോടൊപ്പം തന്നെ രോഗാവസ്ഥയിലെ ഇറിറ്റബിലിറ്റി കൂടുകയും, അതായത് പെട്ടെന്ന് ദേഷ്യം വരിക, കൊച്ചുകുട്ടികളോട് പോലും കയർത്ത് സംസാരിക്കുകയോ ഭർത്താവിനോടും ഈവൻ സ്വന്തം വീട്ടുകാരോട് പോലും ദേഷ്യപ്പെടുകയും സമൂഹത്തിൽ നിന്നും ഒളിഞ്ഞു മാറി താമസിക്കുവാനും ജീവിക്കുവാനുള്ള ഒരു ആഗ്രഹം തോന്നുകയെല്ലാം ചെയ്യുന്നത് വളരെയധികം സ്വാഭാവികമാണ്. ഇത്തരം ആളുകളെ സഹായിക്കാനായിട്ട് നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് ചെയ്യാനായിട്ടുള്ള ഏക കാര്യം എന്നുള്ളത് അവരെ മനസ്സിലാക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒട്ടേറെ വലിയ ആശുപത്രിയിൽ പോയതാണെന്നും വലിയ വലിയ പഠിത്തമുള്ള ഡോക്ടർമാരെ കാണിച്ചതാണെന്നും എല്ലാം പറയുന്ന കുടുംബാംഗങ്ങളോട് എനിക്കൊന്നേ പറയാനായിട്ടുള്ളൂ. ആശുപത്രിയുടെ വലിപ്പമോ ഡോക്ടർമാരുടെ വിദ്യാഭ്യാസ യോഗ്യതകളോ അല്ല നിങ്ങളുടെ കൂടെയുള്ള ആ മൈഗ്രെയിൻ രോഗിയെ സഹായിക്കുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ആ രോഗിക്ക് പറയാനുള്ളത് കേട്ട് ആ രോഗത്തെ കൃത്യമായിട്ട് അപഗ്രഥിച്ച് ഡയഗ്നോസ് ചെയ്യാനായിട്ട്, രോഗനിർണയം ചെയ്ത് കൃത്യമായിട്ടുള്ള ചികിത്സ നൽകാൻ സാധിക്കുന്ന ഒരു ഡോക്ടർക്ക് മാത്രമേ ഈ രോഗത്തെ മാറ്റുവാനായിട്ടും ഈ രോഗിയെ സഹായിക്കാനായിട്ടും സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞതെല്ലാം ഒരു മൈഗ്രെയിൻ രോഗി നിങ്ങളോട് പറയാനായിട്ട് താല്പര്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ.